BDJ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. കോട്ടയത്ത് തുഷാർ വെള്ളാപ്പള്ളിയും ഇടുക്കിയിൽ സംഗീത വിശ്വനാഥനും NDAയ്ക്ക് വേണ്ടി മത്സരിക്കും. 100% വിജയപ്രതീക്ഷയെന്ന് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. കോട്ടയത്ത് BDJ സംസ്ഥാന അധ്യക്ഷനും NDA കേരള ഘടകം കൺവീനറുമായ തുഷാർ വെള്ളാപ്പള്ളിയാണ് സ്ഥാനാർത്ഥി. ഇടുക്കിയിൽ BDJ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ സ്ഥാനാർത്ഥിയാകും. ചാലക്കുടിയിൽ KA ഉണ്ണികൃഷ്ണനെയും മാവേലിക്കരയിൽ ബൈജു കലാശാലയെയും സ്ഥാനാർത്ഥികളായി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. കഴിഞ്ഞ തവണ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയെ നേരിട്ട തുഷാർ വെള്ളാപ്പള്ളി ഇത്തവണ കോട്ടയത്തെത്തുമ്പോൾ തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. ഒപ്പം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ 250 രൂപ റബ്ബറിന് അടിസ്ഥാന വിലയായി നിശ്ചയിക്കുമെന്ന ഉറപ്പ് തനിക്ക് ലഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞ് ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഇവിടെ 250 രൂപ വിലയാക്കും എന്നുള്ള കാര്യം സംശയമില്ല. അതിന്റെ പ്രാരംഭമായി ഇപ്പൊ തന്നെ വില ചെറുതായി കൂട്ടി കഴിഞ്ഞു. റബ്ബർ ബോർഡുമായി ഡിസ്കസ് ചെയ്തിരുന്നു, ഇതിന്റെ മിനിസ്റ്ററുമായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു, എല്ലാവരുമായി ഡിസ്കസ് ചെയ്യാൻ ഉറപ്പ് ഞാൻ നേടിയിട്ടുണ്ട്. അതുപോലെ നെൽകർഷകനെ സംബന്ധിച്ചിടത്തോളം അവരുടെ താങ്ങുവില ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അതിന് ശക്തമായി ഇടപെട്ട് അതിനുള്ള ഒരു പരിഹാരം കണ്ടെത്തുവാൻ തീർച്ചയായും ഞാൻ ശ്രമിക്കുന്നുള്ളതല്ല, നടപ്പിലാക്കിയിരിക്കും. കോട്ടയത്ത് കഴിഞ്ഞ 6 മാസമായി സംഘടനാ തലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടക്കുന്നുണ്ട്. കേരള കോൺഗ്രസ് മാണി വിഭാഗവും ജോസഫ് വിഭാഗവും LDFനും UDFനും വേണ്ടി ഏറ്റുമുട്ടുന്ന കോട്ടയത്ത് NDAയുടെ കൺവീനർ തന്നെ മത്സരത്തിനെത്തുമ്പോൾ പോരാട്ടം കനക്കും. 18-ന് കോട്ടയത്തും 20-ന് ഇടുക്കിയിലും തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ നടക്കും. ജനം, കോട്ടയം.